പാറ്റകളുടെ ജന്തർ മന്ദറിലെ സമരത്തിലേക്ക് പ്രതിഷേധവുമായി ദേശപ്രേമികളെത്തി. രാജ്യവിരുദ്ധതയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടേതെന്ന് ആരോപിച്ചായിരുന്നു പാറ്റകൾക്കെതിരായ പ്രതിഷേധം. പാറ്റകളുടെ പ്രതിഷേധം ഇന്നൊരു കോമഡി പ്രതിഷേധമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ആ സമരത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളതിൽ നമുക്ക് കൂടുതൽ വ്യക്തത വന്നൊരു ദിവസമാണ്. ആദർശ് ഉണ്ട് ഡൽഹിയിൽ നിന്നും. ആദർശ്, നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചർച്ച ചെയ്താണ് ഇവരുടെ വാർത്താ സമ്മേളനത്തിന് അവസരമൊരുക്കി നൽകുന്നത് RJD. ഇപ്പോൾ പാറ്റ പാർട്ടിയുടെ ചെറുതെങ്കിലും ഒരു പ്രതിഷേധത്തിന് ആളെ എത്തിച്ച് നൽകുന്നത് ഐസയും SFIയും ഒക്കെ. അപ്പോൾ രാജ്യത്തിന് പുറത്തുനിന്ന് മാത്രമല്ല, രാജ്യത്തിനകത്തു നിന്നും ചില ശക്തികളുടെ സഹായങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് ആദർശ് ഡൽഹിയിൽ കണ്ടത്? ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ട് കണ്ടത് എന്ന് പറഞ്ഞാൽ, അത് നമുക്കറിയാം, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ നടക്കുന്ന ഈ സമരങ്ങൾ, അത് കർഷക സമരമായാലും കായിക താരങ്ങളെ ഉപയോഗിച്ചുള്ള സമരമായാലും ഇപ്പോൾ ഈ ജൻസിയുടെ പ്രക്ഷോഭം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ പ്രതിഷേധമായാലും ഇതിലൊക്കെ പങ്കെടുക്കുന്നത് ഒരേ വിഭാഗം തന്നെയാണ്. അവരെ നമുക്ക് ഈ JNUവിലുള്ള ഐസ എന്നും SFI എന്നും DSF എന്നും AESF എന്നും ഒക്കെ വിളിക്കാം. കാരണം JNU എന്ന് പറയുന്ന അവിടെ ഇപ്പോഴും അവശേഷിക്കുന്ന കുറച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന സമരങ്ങളുടെയൊക്കെ ഭാഗമാവുക എന്നത് മാത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴവരുടെ സംഘടനാ പ്രവർത്തനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവർ ഇത്തരത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിലുള്ള ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ രൂപം കൊണ്ട ഒരു കൂട്ടായ്മയുടെ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിലും പങ്കെടുത്തത്. കാരണം ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനായി അഭിജിത്ത് ദീപ്കെ വിദേശ രാജ്യത്ത് നിന്ന് വരുന്നു, വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു, അവിടെ നിന്ന് പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, ഈ പ്രതിഷേധത്തിന് അനുമതി തേടുന്നു, പോലീസ് അനുമതി നൽകുന്നു, പിന്നീട് ജന്തർ മന്ദറിൽ 10 മണിയോടെ സമരം നടത്തുമെന്ന് അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സമരവുമായി കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ രംഗത്തിറങ്ങുമ്പോൾ ഈ സമരത്തിന് ആദ്യഘട്ടത്തിലൊന്നും അവർ സോഷ്യൽ മീഡിയയിൽ നടത്തിയ ബിൽഡപ്പിനോ അതുമല്ലെങ്കിൽ അവർ ഉയർത്തിയ ആ ഒരു ഹൈപ്പിനോ തക്ക ആൾക്കാരൊന്നും അവിടെ എത്തിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പിന്നീട് JNUവിൽ നിന്ന് ഈ ഐസയുടെയും SFIയുടെയും പ്രവർത്തകരെത്തുന്നു. അവർ പഴയ പോലെ തന്നെ അവരുടെ ആസാദി സമരത്തിൻ്റെതായ ചില മുദ്രാവാക്യങ്ങളുമായി അവിടെ നിലയുറപ്പിക്കുന്നു. അവരുടെ ഈ പിന്തുണ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് നൽകുന്നു. ആ വിധത്തിൽ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ചില ശ്രമങ്ങളും ചില നീക്കങ്ങളുമൊക്കെ ഇത്തരത്തിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്തു. ഈ ഇടത് വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലാണ് ഈ ഡൽഹിയിൽ, അത് പാർലമെൻറ്റ് സ്ട്രീറ്റ് ആയാലും അതുമല്ലെങ്കിൽ ജന്തർ മന്ദർ ആയാലും ഇനി JNU ക്യാമ്പസ് ആയാലും ഒക്കെ അവരുടെ ചില പ്രതിഷേധങ്ങൾ ഈ രീതിയിൽ നടക്കും. അത് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതുമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ. ഇനി മറ്റേത് സംഘടന ഇത്തരത്തിലുള്ള വിഷയവുമായി സമരരംഗത്ത് ഇറങ്ങിയാലും അതിനൊക്കെ പിന്തുണയുമായി അവരെത്തും. അത് കർഷകർ നടത്തുന്ന സമരമായാൽ പോലും അതിനെയൊക്കെ അവർ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള സമരം ചെയ്യുന്നതിന് ഉള്ള ഒരു വേദിയാക്കി മാറ്റും എന്നുള്ളത് അവരുടെ ഒരു സംഘടനാ പ്രവർത്തനമാണ്. അതല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവരാകെ നടത്തുന്ന ഒരു സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഇത്തരത്തിലുള്ള കുറച്ച് ആസാദി പോലുള്ള മുദ്രാവാക്യം. കാരണം ഈ രാജ്യത്തെ വെട്ടിമുറിക്കുമെന്ന് പറഞ്ഞ ആ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളാണ് പാറ്റ പാർട്ടിക്ക് ആളെ എത്തിക്കാൻ വേണ്ടി ഇത് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ ഇത്തരം പോസ്റ്റുകളുമൊക്കെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പുതിയ തലമുറ ആലോചിക്കണം, നമ്മൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി കച്ച കെട്ടിയവർക്കൊപ്പമാണോ അതോ ഈ പൊതു സംവിധാനങ്ങൾക്ക് അനുകൂലമായിട്ടാണോ? ചിന്തിക്കുക.